എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനാണ് കേട്ടോ. ഒരു വളരെ വിഷമമുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായി. എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി. അത് നിങ്ങൾ തന്നെയായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ ചാനലിന്റെ പേരും എൻചാന്റഡ് വ്ളോഗ്സ് ബൈ വിനിത ജീവൻ എന്നായിരുന്നു. അപ്പോൾ ആ പേരന്നെ എനിക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ എൻചാന്റഡ് വ്ളോഗ്സ് ബൈ വിനിത ആൻഡ് ജീവൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഈ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് മോണിറ്റൈസേഷൻ ഒക്കെ ആയി ഏർണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങിയ ഒരു ചാനലായി. ഇനി എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഞാൻ സാധാരണ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ഓൺ വീഡിയോസ് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഷോർട്സ് ആയിട്ട് ഞാൻ കുറച്ച് ബിഗ് ബോസിന്റെ ക്ലിപ്സ് ഇട്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ചില ഭാഗങ്ങളിൽ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. ഷോർട്സിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഇടുന്നത് കാണുന്നുണ്ട്, അപ്പൊ ഞാനും ഇട്ടു. അത് മാത്രല്ല വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ലൈവ് ഇട്ടപ്പോ എൻ്റെ ഒരു ബ്രദർ പറഞ്ഞിരുന്നു ലൈവ് ഒന്നും ഇടണ്ട, അതിന് സ്ട്രൈക്ക് കിട്ടുമെന്ന്. ആള് ഇതും ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. നമ്മൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂ ഒക്കെ വളരെ കുറവാണ്. പക്ഷെ അതേസമയം നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോൾ വളരെയധികം വ്യൂസും കിട്ടും, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടും ചെയ്യും. അങ്ങനെ ഞാൻ ഷോർട്സ് ഒക്കെ വീക്ക്ലി 2-3 വീഡിയോയും ഡെയിലി ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബിഗ് ബോസിന്ന് ചില പാർട്സ് എടുത്തിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് വളരെയധികം വ്യൂസും കിട്ടി. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ 100+ വെച്ചിട്ടാണ് ഡെയിലി കൂടിയിരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ കോപ്പിറൈറ്റിന്റെ ബട്ടൺ ഓൺ ആവില്ല, മോണിറ്റൈസേഷൻ ബട്ടൺ ഓൺ ആവില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം കാണിച്ചിരുന്നില്ല 11-ാം തീയതി വരെ. അപ്പൊ ഞാൻ ആ ഒരു കാലയളവില് 10-20 വീഡിയോസ് ഷോർട്സ് ആയിട്ട് ഇടുകയും ചെയ്തു. ഒരുപാട് വ്യൂസ് കിട്ടി. 2 ലക്ഷത്തിലധികം വ്യൂസ് ഒക്കെ വീഡിയോസിന് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഒരു 300 സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതുവരെ ഒരു മോണിറ്റൈസേഷനിൽ ഒരു ചേഞ്ചോ കോപ്പിറൈറ്റ് കാണിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. അത് കഴിഞ്ഞ് 11-ാം തീയതി രാത്രിയാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നത്. അങ്ങനെ നമ്മൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് 3-ാം തീയതി മറ്റുമാണ് ബിഗ് ബോസ് തുടങ്ങിയത്. എന്നൊന്നും ഞാൻ ഷോർട്സ് ഇട്ടിരുന്നില്ല, 1-2 ദിവസം ഇട്ടിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ വന്ന വീക്ക്ലി എപ്പിസോഡിന്റെ ഷോർട്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ട് 11-ാം തീയതി രാത്രി നമ്മുടെ YT സ്റ്റുഡിയോയില് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചാനൽ റിമൂവൽ ആണ് എന്നുള്ള കാര്യം. അത് കണ്ടോടുകൂടി എനിക്ക് ആകെ വിഷമായിട്ടാ. അപ്പൊ നോക്കുമ്പോ നമ്മുടെ എല്ലാ ഷോർട്സിനും, അതായത് ബിഗ് ബോസിന്റെ എല്ലാ ഷോർട്സിനും കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചാനൽ റിമൂവൽ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അറിയാവുന്ന 1-2 പേർക്കൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് രക്ഷയില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതാ, മിക്കവാറും ചാനല് ഡിലീറ്റ് ആയി പോവും എന്നുള്ള കാര്യം. അപ്പൊ നമ്മള് ആ സമയത്ത് ഒരുപാട് വിഷമായിട്ടാ. നമുക്ക് എന്താ ചെയ്യണ്ടേന്നൊന്നും അറിയില്ല. രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ മിക്കവാറും ചാനൽ റിമൂവ് ആവാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ യൂട്യൂബ് കോർണറിലെ ഷെമീർക്കന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയക്ക നോക്കി, അപ്പൊ പറഞ്ഞു ഇത് ചാനല് പോവാനാണ് സാധ്യത, നമ്മുടെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് എടുത്തോളൂ എന്നും കൂടി പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇത് ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് അവർ കൊടുത്തിട്ടുള്ളത്, അതായത് ഹോട്ട്സ്റ്റാറിന്റെ. അപ്പൊ അവർക്ക് മെയിൽ അയച്ചിട്ട് അവര്, അതായത് കോപ്പിറൈറ്റ് തന്ന ആൾക്കാര് അത് സ്ട്രൈക്ക് പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചാനലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഞാൻ അന്ന് തൊട്ടിട്ട് മെയിൽ അയക്കാൻ തുടങ്ങിയതാ. പക്ഷെ നമുക്ക് റിപ്ലൈ ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ക്ലെയിം മാറ്റില്ല എന്നാ പറഞ്ഞത്. കോപ്പിറൈറ്റ് തന്നത് മാറ്റില്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഇപ്പൊ ഞാൻ ഓക്കെ ആയി, നമ്മുടെ ചാനലിൽ പോകുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ ചാനല് ഞാൻ പുതിയതൊരെണ്ണം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ കണ്ടന്റ് അല്ലാതെ
എല്ലാവരും മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ നേരത്തെ ചിലപ്പോൾ അവർ സ്ട്രൈക്കൊന്നും തരില്ല. എല്ലാം കൂടി പെട്ടെന്നായിരിക്കും കിട്ടുക. എനിക്ക് കിട്ടിയത് അങ്ങനെയാ. 11-ാം തീയതി വൈകുന്നേരം എല്ലാത്തിനും കൂടി ഒരുമിച്ച് സ്ട്രൈക്ക് കിട്ടിയോണ്ടാണ് നമ്മുടെ ചാനലിന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബിഗ് ബോസിന്റെ വീഡിയോസ് ഒക്കെ ഒരുവിധം എല്ലാവരും ഷോർട്സ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിൽ നമ്മൾ എമൗണ്ടും ഏർണിങ്സും ഒന്നല്ല നോക്കുന്നത്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയും കൂടും എന്നുള്ളൊരു ആവശ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ ബിഗ് ബോസിന്റെ വീഡിയോസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വേറെ ആരുടെ കണ്ടന്റ് ആണെങ്കിലും ആരും അത് ചെയ്യരുത്. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സ്വന്തം ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിരുന്നത്. പക്ഷെ ബിഗ് ബോസിന്റെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഷോർട്സിന് അങ്ങനെ സ്ട്രൈക്ക് കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ എല്ലാ ഷോർട്സിനും നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടല്ലേ അപ്ലോഡ് ചെയ്യണത്. അപ്പം ഞാൻ വിചാരിച്ചു ഷോർട്സിന് അങ്ങനത്തെ പ്രശ്നമില്ല എന്നുള്ളത്. ആ ഒരു അറിവിൻ്റെ ഇല്ലായ്മ കൊണ്ടാണ് എൻ്റെ ചാനൽ ഡിലീറ്റായി പോയി. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ ഈ പുതിയ ചാനൽ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം വളരെയധികം എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസും ഒക്കെ അതിൽ തന്നെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഷമീർക്ക് പറഞ്ഞത് ചിലർക്കൊന്നും ആക്സസ് തന്നെ കിട്ടുന്നില്ല, ചാനലിലേക്ക് ആക്സസ് തന്നെ കിട്ടാതെ ലോക്കായി പോയി എന്നാണ് പറയണത്. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്കിപ്പോഴും ചാനലിൽ നോക്കാം, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ മാത്രമേ ഇപ്പം എനിക്കുള്ളൂ. അപ്പം നോക്കി നോക്കാം, ചാനൽ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ആ ചാനൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ റിമൂവ് ആയി പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഓരോ ചെറിയ അബദ്ധത്തിൻ്റെ മുകളിൽ നമ്മുടെ ആ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ ആ ചാനലും നമ്മുടെ ആ ഏർണിങ്സും ഒക്കെ പോവുകയാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ തൊട്ടിട്ട് റെഗുലറായിട്ട് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ചാനൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം ഞാനതിൻ്റെ ഒരു ജോലിയായിട്ട് ഞാൻ എടുത്തതായിരുന്നു ആ ചാനൽ. അപ്പോൾ എനിക്ക് ഇനിയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.